കൊല്ലത്തെ പാർട്ടി സംസ്ഥാന സമ്മേളന വേദിയിൽ നന്ദികേശ്വരനെ അപമാനിച്ച സഖാക്കൾ. ഹൈന്ദവ ബിംബങ്ങളെ ഇനിയും പാർട്ടി പരിപാടികളിൽ ഉപയോഗിക്കുമെന്ന ഗോവിന്ദന്റെ വാക്കുകൾ ആരും മറന്നിട്ടില്ല. എന്നാൽ ആ വാക്കുകൾ വെറുതെയല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് കൊല്ലത്തെ സംസ്ഥാന സമ്മേളനം. എവിടെയും ഹിന്ദുക്കളെയും അവരുടെ ആചാരങ്ങളെ ഒന്ന് ചൊറിഞ്ഞില്ല എങ്കിൽ സഖാക്കന്മാർക്ക് ഉറക്കം വരില്ല. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങളോടുള്ള തങ്ങളുടെ സഹജമായ ആ അവഹേളന മനോഭാവം കൊല്ലത്തെ സംസ്ഥാന സമ്മേളന വേദിയിലും CPM പുറത്തെടുത്തു. മധ്യ തിരുവിതാംകൂറിൽ കെട്ടുത്സവത്തിന് ഉപയോഗിക്കുന്ന, അതായത് ഓണാട്ടുകര ഭാഗങ്ങളിലൊക്കെ കെട്ടുത്സവത്തിന് ഉപയോഗിക്കുന്ന നന്ദികേശ്വരനെയാണ് ഇക്കുറി CPM പ്രചരണായുധമാക്കി അവഹേളിച്ചിരിക്കുന്നത്. ഓണാട്ടുകരയിലെ പ്രധാനപ്പെട്ട കെട്ടുകാഴ്ചാമൂർത്തിയാണ് നന്ദികേശ്വരൻ. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലും ചുനക്കര തിരുവൈരൂർ മഹാദേവ ക്ഷേത്രത്തിലും പടനില ക്ഷേത്രത്തിലുമൊക്കെയുള്ള കെട്ടുത്സവങ്ങളിൽ വിശ്വാസികൾ നിഷ്ഠാപരമായ രീതിയിൽ ആചരിച്ചു പോരുന്നതാണ് നന്ദികേശ്വര ശില്പങ്ങൾ. ഭക്തരും വിശ്വാസികളും വ്രതാനുഷ്ഠാനങ്ങളോടെ മാത്രമാണ് നന്ദികേശ്വര ശില്പത്തെ സമീപിക്കുന്നത് പോലും. അതിനെയാണ് CPM അവഹേളിച്ചിരിക്കുന്നത്. നന്ദികേശ്വര ശില്പത്തിന്റെ തലയ്ക്ക് മുകളിൽ ചെങ്കൊടി കെട്ടിയത് CITU അനുകൂല സംഘടനയാണ്. വിശ്വാസികളായ പലരും ഇതിലെ അവഹേളന സ്വഭാവം ചൂണ്ടിക്കാണിച്ചു. പക്ഷെ അത് തിരുത്താനോ ആ ചെങ്കൊടി ഊരിമാറ്റാനോ CPM തയ്യാറായിട്ടില്ല. ഓണാട്ടുകരെ ആക്ഷേപിക്കുന്ന നയം നേരത്തെയും പ്രതിഷേധ ജാഥകളിൽ സഖാക്കന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. ചെങ്ങന്നൂരിലെ പ്രതിരോധ ജാഥയ്ക്കിടെ ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായ ജീവിതയുടെ രൂപസാദൃശ്യമുള്ള ഫ്ലോട്ട് ഉപയോഗിച്ചിരുന്നു. അവിടെയും ഹിന്ദു വിശ്വാസത്തെ അവഹേളിച്ചു എന്ന ആരോപണം ഉയർന്നപ്പോൾ ഗോവിന്ദന്റെ ന്യായവും പുറകെ വന്നിരുന്നു. ചെങ്ങന്നൂരിൽ നടന്ന പ്രതിരോധ ജാഥയ്ക്കാണ് അവിടെ ഒരു പുതിയ മാനമാണ് സഖാവ് MV ഗോവിന്ദൻ തീർത്തത്. അത് ഉത്സവമല്ല, ജാഥയാണ്. ഉത്സവത്തിലാണ് ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടാവുക, അതേ ഇവിടെ ഉണ്ടാകുന്നുള്ളൂ. വെറുതെ ഓരോന്ന് പറഞ്ഞു വെടക്കാക്കണ്ട എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. എവിടെയും അരിവാൾ ചുറ്റിക വെച്ചാൽ പിന്നെ അനുഷ്ഠാനം തകർത്തു, ആചാരം തകർത്തു എന്നൊക്കെ ഏതർത്ഥത്തിലാണ് പറയുന്നത്? അരിവാൾ വെച്ചാൽ കഴിഞ്ഞു, അവിടെ അനുഷ്ഠാനമല്ല, പിന്നെ നടക്കുന്നത് എന്താണെന്നൊക്കെ സഖാക്കന്മാർ പറയാതെ തന്നെ ബാക്കിയുള്ളവർക്കും അറിയാം. തുടക്കം മുതലേ ഗോവിന്ദനും ജാഥയും അന്ന് ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ചില്ലറയായിരുന്നില്ല. ആളെ കൂട്ടാൻ കുടുംബശ്രീ വനിതകളെ കൊണ്ട് ഭീഷണികൾ, കൂലി തരില്ല, ജോലി തെറിപ്പിക്കും. കുറച്ചങ്ങോട്ട് പോയപ്പോൾ വീണ്ടും പതിവ് സ്വഭാവം പുറത്തു വന്നു. ഹിന്ദുവിനെ പരിഹസിക്കുന്ന സ്ഥിരം സ്വഭാവം. ആദ്യം ജാഥയിൽ പരിഹാസവേഷമായി വെളിച്ചപ്പാടിൻ്റെതായിരുന്നുവെങ്കിൽ പിന്നീട് തെയ്യക്കോലങ്ങളെത്തി. ഇപ്പോൾ ഓണാട്ടുകരയിലെ ജീവിതയെ സഖാക്കന്മാർ താറടിച്ചു. അതിനുശേഷം ഇപ്പോൾ നന്ദികേശ്വരന്റെ വിഗ്രഹത്തിന് നേരെ വീണ്ടും അവഹേളനം. രാത്രിയിലാണ് സാധാരണ ജീവിത എഴുന്നള്ളത്ത് നടക്കുന്നത്. തടി കൊണ്ടുള്ള കണ്ണാടി ബിംബമാണ് ജീവിത. ഇതിൽ തകിടും സ്വർണ്ണാഭരണങ്ങളും പട്ടും കൊണ്ട് അലങ്കരിക്കും. ജീവിത ഒരു തണ്ടിൽ പിടിപ്പിക്കുന്ന പതിവുണ്ട്. അത് 2 ബ്രാഹ്മണർ കൂടി എഴുന്നള്ളിച്ച് ആഘോഷപൂർവ്വം വീടുകളിലൊക്കെ പോയി നാട് ചുറ്റും. അതാണ് അതിന്റെ രീതി. ഭക്തർ നെല്ലുമരിയും കൊണ്ട് പറവച്ച് സ്വീകരിക്കും. വളരെ ധാർഷ്ട്യത്തോടെയാണ് അന്ന് ഗോവിന്ദൻ പറഞ്ഞത് ഹൈന്ദവ ബിംബങ്ങളെ ഇനിയും പാർട്ടി പരിപാടികളിൽ ഉപയോഗിക്കുമെന്ന്. ആ വാക്കുകൾ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആ വാക്കുകളാണ് ഇപ്പോൾ അന്വർത്ഥമായിരിക്കുന്നത്. ക്ഷേത്രോത്സവങ്ങളുടെ ഭാഗമായി ജീവിതയുടെ രൂപസാദൃശ്യമുള്ള ഫ്ലോട്ട് ഉപയോഗിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ നന്ദികേശ്വരന്റെ തലയ്ക്കു മുകളിൽ ചെങ്കൊടി നാട്ടിയിരിക്കുന്നത്. ഒരിക്കലും അത് ഹിന്ദു വിശ്വാസത്തിനെ അനുകൂലിക്കുന്ന തരത്തിലല്ല, ഹിന്ദു വിശ്വാസത്തെ അവഹേളിക്കുന്നതാണ്. അതിനെതിരെ CPM നേതൃത്വത്തിനോട് അതിലുള്ള സഖാക്കന്മാരായ അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളായവർ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും അവിടെ അവർക്ക് ഒരു വില പോലും കൊടുക്കാതെ അല്ലെങ്കിൽ ഹിന്ദുവിനെ അവഹേളിക്കുന്ന ആ ഒരു സമീപനം തുടരുകയാണ് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തായാലും വീണ്ടും ഒരിക്കലും തങ്ങളത് ഉപേക്ഷിക്കുകയില്ല. എവിടെ എന്ത് ചെയ്താലും അവിടെയെല്ലാം ഹിന്ദുവിനെ അവഹേളിക്കുമെന്നുള്ള നയം ഇത്തരത്തിൽ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിനെ എങ്ങനെയാണ് മതേതര സർക്കാർ എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുക? എന്തായാലും ഓണാട്ടുകരയോട് എന്താണ് സഖാക്കന്മാർക്ക് ഇത്ര വിരോധം എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത്. ആചാരാനുഷ്ഠാനത്തോടെ ചെയ്യുന്ന പല കാര്യങ്ങളെയും വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് ഇത്തരം വേദികളിൽ സഖാക്കന്മാർ ചെയ്തു കൂട്ടുന്നത്. ശബരിമല വെള്ളായണി ദേവി ക്ഷേത്രം കാവ്യ വിവാദം, ക്ഷേത്രാചാരങ്ങൾ ലംഘിച്ച് ഷർട്ട് ധരിച്ച് ശ്രീകോവിലിൽ കയറൽ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉന്നത സ്ഥാനത്ത് നിയമവിരുദ്ധമായി അഹിന്ദുവിനെ നിയമിക്കൽ, ഈ ജാഥകളിൽ അവഹേളനം, ഇതൊക്കെ മറ്റ് മതസ്ഥരോട് ചെയ്യാൻ ധൈര്യമുണ്ടോ എന്ന് എത്ര നാളായി ഇവിടെ ജനം ചോദിക്കുന്നു. അതൊക്കെ അവഗണിച്ച് വീണ്ടും വീണ്ടും ഹിന്ദുവിനെ തകർക്കുന്ന ഈ വ്യവസ്ഥിതിക്കെതിരെ എല്ലാ ഹിന്ദുക്കളും ഒന്നിച്ചേ മതിയാകൂ എന്ന ആവശ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുകയാണ്. മാതൃകാപരമായിട്ടെന്നാൽ ഒരു ക്ഷമാപണമോ അല്ലെങ്കിൽ അത് എടുത്തു മാറ്റാനുള്ള ഒരു സമീപനമോ ഒന്നും ഈ സഖാക്കന്മാർ ചെയ്യുന്നില്ല. പലപ്പോഴും എന്തുകൊണ്ടാണ് ഹിന്ദു മതത്തെ അല്ലെങ്കിൽ ഹിന്ദു ആചാരങ്ങളെ, ഹിന്ദു ബിംബങ്ങളെ, ഹൈന്ദവ ബിംബങ്ങളെ മാത്രം ഇത്തരത്തിൽ അവഹേളിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിനും സഖാക്കന്മാർക്ക് ഉത്തരമില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.